നമസ്കാരം. നമ്മുടെ മനസ്സിൻ്റെ പ്രവർത്തനം ചില സമയത്ത് വളരെ വിചിത്രമാണ്. പ്രത്യേകിച്ചും ചില സാഹചര്യത്തിൽ പ്രതികരിക്കുന്നത്, ചിന്തിക്കുന്നത്, സംസാരിക്കുന്നത് ഒക്കെ തന്നെ. ചില സമയത്ത് അമിതമായിട്ടുള്ള ആത്മവിശ്വാസം, സന്തോഷം ഒക്കെ ഫീൽ ചെയ്യും. എന്നാൽ അത് മാറി പെട്ടെന്ന് ഡെസ്പാകുന്നു. എന്തുകൊണ്ടാണ് ചെറിയൊരു കാര്യം ഉണ്ടാകുമ്പോൾ തന്നെ ഒരു നിരാശ വന്ന് വല്ലാതെ മൂഡ് ഓഫ് ആകുന്നത്? അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ അത് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. മനസ്സിൻ്റെ ഒരു രീതി എന്താണെന്ന് വെച്ചാൽ അതിനെവിടെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കണം. അതിന് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഏതോ ഒരു കാര്യത്തിനകത്ത് നിരന്തരം ഫോക്കസ് ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ ആത്മവിശ്വാസവും സന്തോഷവും ഒക്കെ ഇരിക്കുന്നത് നമുക്ക് എന്തുണ്ട് എന്നതിനകത്തല്ല, നമ്മൾ ഏതിനകത്ത് ഫോക്കസ് ചെയ്യുന്നു, ഏതിനകത്ത് കോൺഷ്യസ് ആകുന്നു. കുറേ കാര്യങ്ങൾ ഒന്നിച്ച് ചേർന്നാണല്ലോ ഈ ലൈഫ് എന്ന് പറയുന്നത്. അതിനകത്ത് ഇപ്പോൾ ഒരു 10 കാര്യം ഉണ്ടെങ്കിൽ ഏകദേശം 9 കാര്യങ്ങളും നമുക്ക് ഓക്കെയാണ്, അല്ലെങ്കിൽ ഒരു 8 കാര്യവും നമുക്ക് ഓക്കെയാണ്. 2 കാര്യം, ഏതോ ഒരു 2 കാര്യം നമുക്ക് അതിനകത്ത് നമ്മൾ കുറവ് കണ്ടെത്തുന്നു, അല്ലെങ്കിൽ നമുക്ക് നെഗറ്റീവായിട്ട് സംഭവിക്കുന്നു. എന്നാൽ ഈ 2 കാര്യത്തിനകത്ത് അല്ലെങ്കിൽ ഒരു കാര്യത്തിനകത്താണ് നമ്മുടെ മുഴുവൻ ശ്രദ്ധയും. നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഈ നെഗറ്റീവായിട്ടുള്ള ആ ഒരു കാര്യത്തിലോ 2 കാര്യത്തിലും ആയിരിക്കും. പെട്ടെന്നുണ്ടാകുന്ന നിരാശയുടെ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടൊരു കാര്യം ഉണ്ടായാലും അതിനെ വേഗത്തിൽ ഓവർകം ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. അതിൻ്റെ കാരണമാണ് ഞാൻ ഈ പറയുന്നത്. ചില സാഹചര്യത്തിൽ ഒരാൾ അവഗണിക്കുന്നു എന്ന് തോന്നുമ്പോൾ, അല്ലെങ്കിൽ മൈൻഡ് ചെയ്യുന്നില്ലെന്ന് തോന്നുമ്പോൾ ചിലർക്ക് പെട്ടെന്ന് നിരാശ വരും, അല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ പെട്ടെന്നൊരു മൂഡ് ഓഫ് വരും. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആത്മവിശ്വാസക്കുറവുള്ളവരെ സംബന്ധിച്ച് അത് കുറച്ച് കൂടുതലായിട്ട് തോന്നും. ഒരുപക്ഷെ അന്നത്തെ ദിവസത്തിൻ്റെ പ്രവർത്തനത്തെ മുഴുവൻ അത് ബാധിക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്കുണ്ടാകുന്ന ഈ ഒരു മൂഡ് ഓഫ് അല്ലെങ്കിൽ നിരാശ മാറ്റാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മനസ്സ് എവിടെയോ ഫോക്കസ് ചെയ്യുന്നുണ്ട്, നിരന്തരം ഫോക്കസ് ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ നമ്മുടെ ഏതോ കാര്യത്തിനകത്ത് അത് നമ്മളിൽ സംഭവിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യത്തിലേക്ക് ആയിരിക്കണം. ഇടയ്ക്കൊക്കെ നമ്മുടെ അസറ്റ്സിനെ കുറിച്ച്, കഴിവുകളെക്കുറിച്ച്, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ബോധപൂർവം സംസാരിക്കണം, ചിന്തിക്കണം. അതല്ലെങ്കിൽ മനസ്സ് നമ്മുടെ കുറവുകളിലേക്ക്, നെഗറ്റീവിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും. ചില വ്യക്തികളെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ അവർക്കെല്ലാം കാണും, പക്ഷേ അടിസ്ഥാനപരമായിട്ട് അവർക്ക് നിരാശയായിരിക്കും. കാരണം ഇത് തന്നെയാണ്, അവർ ഫോക്കസ് ചെയ്യുന്നത് അവരുടെ ഏതോ ഒരു പ്രശ്നത്തിലേക്ക് മാത്രമാണ്. മിക്കപ്പോഴും അങ്ങനെ തന്നെയാണ്.